കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. പിന്നെ ആള് അതിൻ്റെ ഒപ്പം വിദ്യാഭ്യാസം കൂടെ ആള് ശ്രദ്ധിച്ചുകൊണ്ടാണ് പോണത്. ആൾക്ക് ഇത് കഴിഞ്ഞ് ആ ഡിഗ്രി കഴിഞ്ഞേക്കുമ്പോഴാണ് ഈ വക ആഗ്രഹങ്ങളായിട്ട് വന്നത്. അത് കഴിഞ്ഞപ്പോൾ MCOMന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്ക് കിട്ടുന്ന ഇതിൽ നിന്നുള്ള ശമ്പളം സാധാരണ ആൾക്ക് കൊടുക്കണ ശമ്പളം തന്നെ ആൾക്കും കൊടുക്കുകയാണ്. അതിൽ നിന്ന് ആളുടേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് ആളെ കൊണ്ടുള്ളൊരു ബാധ്യത കുറച്ച്. അതുപോലെ നമ്മുടെ എന്ന് പറഞ്ഞ ചില തെറ്റുകളും നമ്മളോട് ചൂണ്ടിക്കാണിക്കും. അതെങ്ങനെ ചെയ്താൽ പറ്റില്ല കേട്ടാ എന്ന് പറയും. അപ്പോൾ നമുക്കും അവളോടൊരു കൂടുതൽ തോന്നും. അങ്ങനെ ആണ് ആയിട്ട് മുന്നോട്ട് പോകണത്. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഇതിൽ തന്നെയുള്ള ലേബേഴ്സിന് വല്ല അസുഖം വന്ന് വീട്ടിൽ നിന്ന് വിളി വന്നാൽ നമ്മുടെ വണ്ടിയിൽ ഗ്യാരണ്ടി ആയിട്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മോളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു 10 മിനിറ്റിനകം വണ്ടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കും. കൂടുതലായിട്ടും ഇവിടെ പ്രോത്സാഹനം കിട്ടണ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പെൺകുട്ടിയാണ്. ഇവിടെ വേറെ പെൺകുട്ടികളൊന്നും ഇവിടെ ഇങ്ങനത്തെ ജോലി ചെയ്യണില്ല. കുറച്ച് റിസ്ക് ആണെന്നുള്ള രീതിയിലുള്ള മനോഭാവമാണ് എല്ലാവർക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നമ്മ അതിനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മതി. ഇപ്പം സ്ത്രീകൾക്ക് ഇന്ന ജോലി, പുരുഷന്മാർക്ക് ഇന്ന ജോലി ഇതൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. മാന്യവും മര്യാദയായിട്ടുള്ള ഒരു ജോലി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. അത് ഇങ്ങനെ അത് നല്ല സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പെൺകുട്ടികൾ വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇതിലേക്ക് കയറിയത് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോ, നമുക്ക് പ്രാക്ടീസ് വന്നിട്ട് നിങ്ങൾക്കും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് വിടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചോദിക്കട്ടെ, വീട്ടുകാർ സമ്മതിക്കാൻ ചാൻസ് ഇല്ല, പെൺകുട്ടി ആയതുകൊണ്ട് പിന്നെ ബസ്സിൽ നിന്ന് വിടൂലല്ലോ എന്ന് പറയും. കുറേ പേര് അങ്ങനെ സങ്കടം പറഞ്ഞ് എൻ്റെ അടുത്ത് പോകാറുണ്ട്. മിക്ക ദിവസവും ചില കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് ഞങ്ങൾക്കും ഇതേ പ്രായമുള്ള മോളുണ്ട്, ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ, അവരിങ്ങനെ കടന്ന് വാങ്ങണത് ഒക്കെ എന്ന് പറയും. ഇത് കുറച്ച് റിസ്ക് അല്ലേ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, റിസ്ക് ഒന്നുമില്ല, നമുക്ക് അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ റിസ്ക് എന്ന് പറയാനില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ടായതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും.